റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഡിസംബർ 5-6 തീയതികളിലായിരിക്കും സന്ദർശനമെന്നാണ് വിവരം. അതിനിടെ ആസിയാൻ ഉച്ചകോടിക്കിടെ മോദി ട്രംപ് കൂടിക്കാഴ്ചയും ഉണ്ടാകും. ഒക്ടോബർ 26-27 മലേഷ്യയിലാണ് ആ ഉച്ചകോടി നടക്കുന്നത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഈ തീരുവ ചുമത്തിയതിന് പിന്നാലെ നടക്കുന്ന ഈ സന്ദർശനം അതിനേറെ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ മോദി ട്രംപ് കൂടിക്കാഴ്ച അതിന് പിന്നാലെ വരുന്നു. അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ പ്രധാനമായ ഒരുപാട് തീരുമാനങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണോ കരുതേണ്ടത്? ഒപ്പം തന്നെ നിലവിൽ റഷ്യയുമായി തുടരുന്ന വ്യാപാര പങ്കാളിത്തം, അതിപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ആണെങ്കിൽ പോലും, അതിലൊക്കെ പുതിയ മാറ്റങ്ങൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമോ കൂടിക്കാഴ്ചയിൽ? പ്രജൻ, ഇക്കാര്യങ്ങളെല്ലാം ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പ്രജൻ സൂചിപ്പിച്ചതുപോലെ 47ാമത് ആസിയൻ ഉച്ചകോടിയിലാണ് ട്രംപും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ വെച്ച് ഈ മാസം 26-27 തീയതികളിലായാണ് ഈ ആസിയൻ ഉച്ചകോടി നടക്കുക. ഈ ഉച്ചകോടിയിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകും എന്നുള്ള ചില സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അധിക തീരുവയടക്കം അമേരിക്ക ചുമത്തിയ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. അതിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ഈ അധിക തീരുവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ആശങ്കകളൊക്കെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഈ ട്രംപുമായി ഉണ്ടാകുന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉന്നയിക്കാൻ കഴിയുന്നതും. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ അമേരിക്കയുടെ ഔദ്യോഗിക വൃത്തങ്ങളോ ഇത് സംബന്ധിച്ച ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇനിയും ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നേരത്തെ തന്നെ US ഔദ്യോഗിക വൃത്തങ്ങൾ ഇത്തരത്തിലേക്കുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടായേക്കും എന്നുള്ള ചില സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. ട്രംപും മോദിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കായുള്ള ഒരു സാധ്യതയേറുന്നു. ഉടൻ തന്നെ കൂടിക്കാഴ്ച ഉണ്ടായേക്കും എന്നുള്ള തരത്തിലായിരുന്നു നേരത്തെ തന്നെ US വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായിരുന്ന വിവരം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആസിയൻ ഉച്ചകോടിയിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുമെന്ന തരത്തിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നത്. അതിനിടയിൽ ഡിസംബറിലാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഡിസംബർ 5-6 തീയതികളിലായിരിക്കും ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. എണ്ണ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ, ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, വിവിധ മേഖലകളിൽ ഇതിനോടകം ഏർപ്പെടുത്തിയിരിക്കുന്ന കരാറുകൾ, ഇതൊക്കെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അടക്കമുള്ള ചർച്ചകളൊക്കെ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിൽ പുടിനും ഒപ്പം മോദിയും തമ്മിലുണ്ടാകുന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിന് മുൻപായി ഈ മാസമാണ് ഇപ്പോൾ ട്രംപും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നിരവധി തീരുമാനങ്ങൾ, ഇന്ത്യക്ക് പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുത്ത ഡൊണാൾഡ് ട്രംപ് മോദിയുമായി സംസാരിക്കാൻ പോകുന്നു. അത് ഈ മാസമാണ്. അത് ആസിയാൻ ഉച്ചകോടിക്കിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഒരു മഞ്ഞുരുക്കം ഇരുവർക്കും ഇടയിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. പിന്നാലെ ഡിസംബറിൽ വ്ളാഡിമിർ പുടിൻ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.